അവനവൻ്റെ സ്വപ്നത്തിനൊത്ത് ജീവിക്കുക, അവനവൻ്റെ പാഷനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ആ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുക, അല്ലാതെ ആ നിരാശയുമായിട്ട് മരിച്ചു പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷം പകരുന്നത്, അത് ചെയ്യുക, അതിൽ മുഴുകുക, അതിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം. എന്റെ മക്കളെ, ഈ ഡ്രഗ്സിലൊന്നും അല്ല ലഹരി നിൽക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുക, ആ ബ്രാൻഡിന്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാണ് യഥാർത്ഥ ലഹരി. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പൈതലിന് ഒരാൾക്ക് എങ്ങനെ റേപ്പ് ചെയ്യാനും കൊന്നുകളയാനും സാധിക്കുന്നു? ഇത്തരം മാനസികാവസ്ഥ എന്തുകൊണ്ട് ഒരാൾക്കുണ്ടാകുന്നു? അതിന്റെ കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യന്റെ ബുദ്ധിയെ, ചിന്താശേഷിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. ഇത്തരം കേസുകളൊക്കെ ഭാര്യയെ കൊന്നത്, ഭർത്താവിനെ കൊന്ന്, മക്കളെ കൊന്നു കുഴിച്ചുമൂടി, അല്ലെങ്കിൽ ഇത്തരം തിന്മകളൊക്കെ ചെയ്യുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഇവരൊക്കെ ലഹരി പദാർത്ഥത്തിന് അടിമയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ലഹരി പദാർത്ഥം അത് കില്ലറാണ്, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന വിഷയമാണ്. ഇത്തരം തിന്മകൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടുന്ന് നശിപ്പിക്കേണ്ടത് ലഹരി പദാർത്ഥങ്ങളാണ് എന്നൊരു ബോധം അധികാരികൾക്കും സാധാരണക്കാർക്കും മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്ന് പറയുന്നത് നിങ്ങളുടെ സൗഹൃദം, അത് ആസ്വദിക്കുക, അതായത്